നല്ല ആവി പറക്കുന്ന ഗോതമ്പൂട്ട്, അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര, തൊട്ടടുത്തൊരു പഴം, പിന്നെ വേറെ എന്ത് വേണമല്ലേ. ഇന്ന് ഞാൻ രാവിലെ എണീച്ചപ്പോൾ തൊട്ട് എൻ്റെ മൂക്കിന് ചുറ്റും ഗോതമ്പ് പുട്ടിൻ്റെ മണമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വീട്ടിലെ ഗോതമ്പൂടി തപ്പിയെടുക്കാനായിട്ടുള്ള പരിശ്രമമായിരുന്നു. റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഗോതമ്പൂടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബാക്കി അതെടുത്തിട്ടാണ് ഇന്ന് ഞാൻ ഗോതമ്പൂട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഗോതമ്പ് കൂട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് പൊടിയൊക്കെ മാറ്റി അതിനുശേഷം ഒരു പിടി ഗോതമ്പ് പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേറൊരു സൂത്രമുണ്ട്, അത് ചെയ്യാനാണ് ഞാൻ എന്തായാലും വഴിയെ പറയാം കേട്ടോ. ഇനി നമുക്ക് പുട്ടുപൊടിയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് പുട്ടുപൊടി ഞാൻ ഉണ്ടാക്കാറുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നല്ല മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചേശ്ശെ വെള്ളം ഇങ്ങനെ ചാറിയിട്ട് വേണം നമ്മൾ ഈ ഒരു പുട്ടുപൊടി കുഴച്ചെടുക്കാനായിട്ട്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊളാക്കാണ്ടിരിക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. എന്തായാലും ഞാൻ ഇതുപോലെ നനച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഉണ്ടകളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ടിസ്റ്റ്. ഈ ഉണ്ടകൾ കൊണ്ട് നമ്മൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്, കഴിക്കാനും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ഉലർത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചോപ്പറാണ് യൂസ് ചെയ്യുന്നത്. മിക്സിയുടെ ജാറും വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ചോപ്പറിൽ ഞാനിങ്ങനെ മണിമണിയായിട്ടുള്ള ആ ഒരു ഗോതമ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 1 ടീസ്പൂണോളം നല്ല ഗോതമ്പ് പൊടിയില്ലേ നനയ്ക്കാത്തത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ചോപ്പറിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് വലിച്ചു കൊടുത്തു. ടിസ്റ്റ് ഇതുപോലെ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണ് പുട്ടുപൊടി വാങ്ങിച്ചിട്ട് നമ്മൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുക, അതേ രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ ഉതിർന്ന് വന്നിട്ടുണ്ട്. ഇനി പുട്ടുണ്ടാക്കാനും ഈസിയാണോ. ഇതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ് പുട്ടിന് വരിക കേട്ടോ. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതുപോലെ കണ്ട മണിമണിയായിട്ടുള്ള പുട്ടും രണ്ടാമത് നമ്മൾ ഈ ഒരു ചോപ്പറിൽ വലിച്ചെടുത്തിട്ടുള്ള പുട്ടുപൊടി നോക്കിക്കേ, എന്താ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കണ്ടപ്പോൾ തന്നെ. എന്തായാലും ഞാൻ ഇങ്ങനെയാണ് ഗോതമ്പ് പുട്ടിന് പുട്ടുപൊടി നനച്ചെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വേറെ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറയാനായിട്ട് മറക്കണ്ട. എന്തായാലും പുട്ടിനെ നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട് പുട്ടും കുറ്റിയിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവി വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കുറ്റിയിൽ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുട്ടുപൊടിയും പിന്നെ നാളികേരവും ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് ആവി കയറ്റുക. നല്ല മണടിക്കാനായിട്ട് തുടങ്ങും. ആവി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മിനിറ്റോളം ആവി കയറ്റി കഴിഞ്ഞാൽ ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റുക. നല്ല കിഡിലൻ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറായിട്ടുണ്ട്. പഴവും പഞ്ചസാരയും ഒക്കെ കൂടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുകയാണ്. എന്തായാലും അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബായ്.